എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ വിളനിലമായിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. അപ്പോൾ ലിറ്ററേച്ചർ താല്പര്യമുള്ള എല്ലാവർക്കും കാണാം. അതുപോലെ സെറ്റ് നെറ്റ് ഇതിന് അതുപോലെ കേട്ടറ്റ് ത്രീ എല്ലാം നമ്മൾ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് അറിയുന്ന ഏരിയ ആണ്, അതുകൊണ്ടാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക കൂട്ടുകാർക്കൊക്കെ. അതുപോലെ നമ്മൾ ഇനി ഈ ഒരു കേട്ടറ്റിന്റെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റിനുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം, നമുക്ക് കളയാൻ സമയമില്ല. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ? ഇദ്ദേഹത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യം. ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഈ ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ഹൂ റോട്ട് വാൾഡൻ? വാൾഡൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇദ്ദേഹമാണ് എഴുതിയത്. ഇദ്ദേഹം ഇതിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ടോറോ ആണോ, വാൾഡൻ ആണോ, താക്കറയാണോ, എമേഴ്സൺ ആണോ? ഈ ആൾക്കാർ ചിലരുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവരൊക്കെ അമേരിക്കൻ റൈറ്റേഴ്സ് ആണ്. ഓക്കെ, എമേഴ്സണും തോറോ ഒക്കെ അവിടുത്തെ റൊമാൻറ്റിസിസം തുടങ്ങി വെച്ച ആൾക്കാരാണ് നമ്മുടെ അമേരിക്കയിൽ. അപ്പോൾ നമ്മുടെ ചോദ്യം വാൾഡൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗേൽ വാൾഡൻ അല്ല ഇത് എഴുതിയത്, തോറോ ആണ് എഴുതിയത്. തോറോ ആണ് അമേരിക്കൻ റൊമാൻറ്റിസത്തിന്റെ ഒക്കെ പീക്കിൽ നിൽക്കുന്ന ആള്. അപ്പോൾ വാൾഡൻ എഴുതിയത് തോറോ ആണ്. ഇതാരാണ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ? ഇതാരാന്നറിയില്ല. വാട്ട് വാസ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ ദ ഹാരി പോട്ടർ സീരീസ്? ഹാരി പോട്ടർ സീരീസ് ആരാ എഴുതിയ? ജെ.കെ. റോളിംഗ് ആണ്. പക്ഷെ ചോദ്യം അതല്ല, പറ്റിച്ചു. ഹാരി പോട്ടർ സീരീസിലെ ഫസ്റ്റ് ബുക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കുറെ ബുക്കുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോട്ട് ഓഫ് ഗോൾഡ് ആണോ, ജയന്റ് സ്നേക്ക് ആണോ, ഹെൻഡേഴ്സൺസ് ആണോ, അതോ ഫിലോസഫേഴ്സ് സ്റ്റോൺ ആണോ? ഏതാണ് ആദ്യത്തെ പുസ്തകം എന്നാണ് ചോദിക്കുന്നത്. വായിച്ചവർക്ക് അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവരാവുന്ന വായിച്ചു നോക്കുക. നല്ല പുസ്തകമാണ്, നല്ല രസമുള്ള പുസ്തകമാണ്. നമ്മളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആവുമെന്ന് പറയാൻ പറ്റാത്ത, വേസ്റ്റ് ആവാത്തൊരു പുസ്തകമാണ് ഫിലോസഫർ സ്റ്റോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിലോസഫർ സ്റ്റോൺ ആണ് അതിലെ ആദ്യത്തെ, ഹാരി പോട്ടർ സീരീസിലെ ആദ്യത്തെ ബുക്ക്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് ഓസ്ട്രേലിയൻ നോവൽ? ആദ്യത്തെ ഓസ്ട്രേലിയൻ നോവലായിട്ട് കൺസിഡർ ചെയ്യുന്ന നോവൽ ഏതാണ്? ഇപ്പൊ ഇതാണ് ആദ്യത്തെ നോവൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ നോവൽ ഇതാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒരു വർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ചിലപ്പോൾ അതിന് മുന്നേ നോവലുകൾ എഴുതിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അതിന് വന്നതിന് ശേഷമായിരിക്കാം കുറച്ചുകൂടെ പോപ്പുലർ ആയത്. ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന ആദ്യത്തെ നോവൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഹെൻറി സാവറിയുടെ ക്വിന്റസ് സെർവിൻറ്റൻ ആണോ, റോൾഫിന്റെ റബറി അണ്ടർ ആംസ് ആണോ, ക്ലാർക്കിന്റെ ഹിസ് നേച്ചുറൽ ലൈഫ് ആണോ, കിങ്സ്ലിയുടെ റീകളക്ഷൻസ് ഓഫ് ജെഫ്രി ഹാംലിൻ ആണോ? ഏതാണ് ആദ്യത്തെ ബുക്കായിട്ട്, നോവൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ പുസ്തകത്തിന്റെ പേര് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതായിരിക്കാൻ സാധ്യത. ഒന്ന് രണ്ടെണ്ണം ഡയറക്റ്റ് ആയിട്ട് വെട്ടിക്കളയാൻ പറ്റും. അത് ഇത്തിരി ഒരു തുള്ളി ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് ഹെൻറിയുടെ ക്വിന്റസ് സെർവിൻറ്റൻ ആണ് ആദ്യത്തെ ഫസ്റ്റ് ഓസ്ട്രേലിയൻ നോവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതാരാണെന്ന് അറിയാമോ? പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ ഫോട്ടോ ഒക്കെ തരുന്നത്. കുറച്ചും കൂടെ ഒരു നോളജ് ലെവൽ കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോട്ടോ അടക്കുന്നതെന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് താല്പര്യം അങ്ങനെയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ നോളജിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടല്ല. കാരണം നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ പാസ്സാവുള്ളൂ. ഈ വൺ വേർഡ് ആൻസേഴ്സ് പഠിച്ചു പോകുന്ന രീതി വളരെ മോശമായിട്ടുള്ളതാണ്. കാരണം നമ്മളുടെ നോളജ് ഒരിക്കലും അതിൽ വർദ്ധിപ്പിക്കപ്പെടുന്നില്ല. എന്തായാലും നോക്കാം. വിച്ച് നോവൽ ബ്രോട്ട് ഇ.എം. ഫോസ്റ്റേഴ്സ് ഹിസ് ഫസ്റ്റ് മേജർ സക്സസ്? അപ്പൊ ഇതാരാ? ഇ.എം. ഫോസ്റ്റർ ആണ്. ഇദ്ദേഹത്തിന് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, മുഖമൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഇ.എം. ഫോസ്റ്ററിന്റെ ആദ്യത്തെ ഫസ്റ്റ് സക്സസ് വന്ന നോവൽ മോറിസ് ആണോ, ദ ലോങ്സ്റ്റ് ജേർണി ആണോ, വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ആണോ, ഹോവേർഡ്സ് എൻഡ് ആണോ? ഇതിൽ ഏതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സക്സസ്? ഏറ്റവും ഫേമസ് ആയിട്ടുള്ളവർക്കാണ് ഹോവേർഡ്സ് എൻഡ് എന്ന് പറയുന്നത്, മറന്നു പോകരുത്. അത് നല്ല രസമുള്ള ഒരു നോവലാണ്. ഓക്കെ, അതൊന്ന് വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഈ പരീക്ഷ കഴിഞ്ഞ് ജീവിച്ചിരിക്കേണ്ട ആൾക്കാരല്ലേ. അപ്പോ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയല്ലല്ലോ ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ടായിരിക്കാം. എന്നിരുന്നാലും വിച്ച് ഓഫ് ദീസ് നോവൽസ് വാസ് നോട്ട് റിട്ടൺ ഇൻ ദ 19th സെഞ്ചുറി? കുറച്ച് ലിറ്ററേച്ചറിന്റെ ബോധമുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്നതാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മനസ്സിലാക്കാൻ, ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതാണ്. ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് ആണോ, മൊബിഡിക് ആണോ, റോബിൻസൺ ക്രൂസോ ആണോ, ലിറ്റിൽ വിമൻ ആണോ? ഇതിൽ ഒരു വർക്കൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുണ്ടായിരിക്കും, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏത് കാലത്തിൽ ആരെഴുതിയതാണ് ഈ ബുക്ക് എന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. അല്ലാതെ എല്ലാ ബുക്കും നിങ്ങൾക്ക് അറിയണം എന്നൊന്നും നിർബന്ധമില്ല ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഏതാണ്?
റോബിൻസൺ ക്രൂസോ ആണ്. ആരാണ് റോബിൻസൺ ക്രൂസോ എഴുതിയത്? ഡാനിയൽ ഡിഫോ എഴുതിയ പുസ്തകമാണ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത്. അപ്പൊ 19ാമത്തെ സെഞ്ചുറിക്ക് മുന്നാണ് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ആലോചിച്ച് വെക്കുക, മറക്കരുത്. വാട്ട് വാസ് ഡാനിയൽ ഡിഫോസ് ലാസ്റ്റ് മേജർ വർക്ക് ഓഫ് ഫിക്ഷൻ? അത് അറിയണമെന്ന് നിർബന്ധമൊന്നുമല്ല. ക്രൂസോ ആണോ, റൊക്സാനയാണോ, മോൾ ഫ്ലാൻഡേഴ്സ് ആണ്, ജേർണൽ ഓഫ് ദ ഇയർ ആണോ? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് റോക്സാനയാണ്, ഡാനിയൽ ഡിഫോന്റെ കേട്ടോ, ഡാനിയൽ ഡിഫോന്റെ. The novel Death Comes for the Archbishop recounts, അതായത് ഡെത്ത് കംസ് ഫോർ ആർച്ച് ബിഷപ്പ് എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. എന്താണ് പറയുന്നത്? റീകൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഫ്രഞ്ച് കത്തോലിക് മിഷനറീസ് ഇൻ ദ സൗത്ത് വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആരാണ് ഇത് എഴുതിയത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ച് കത്തോലിക്സിനെ പറ്റി പറയുന്ന ഡെത്ത് കംസ് ഫോർ ദ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ്? വിൽഡർ ആണോ, മോൺഗോമറി ആണോ, കാത്തർ ആണോ, മേ ആൽക്കോട്ട് ആണോ? ആരാ? ഇനി ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കിയാൽ നല്ല രസമുള്ള ഒരു ചോദ്യമാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇൻ വിച്ച് കൺട്രി മൈറ്റ് യു അറ്റൻഡ് എ കബൂക്കി പെർഫോമൻസ്? കബൂക്കി ഡാൻസ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ജാവയാണോ, യമനാണോ, ജപ്പാനാണോ, യുഗോസ്ലാവിയാണോ? എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? വളരെ എളുപ്പമുള്ളത്. ഈ നമ്മുടെ ഈ കൾച്ചറൽ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജപ്പാനിലാണ് നിങ്ങൾക്ക് കാണപ്പെടാൻ പറ്റിയ ഭയങ്കര രസമുള്ള മേക്കപ്പാണ്. നിങ്ങളൊന്ന് എടുത്ത് നോക്കുക നെറ്റിലൊക്കെ, ഇത് എന്താണെന്നുള്ളത്. അവരുടെ മേക്കപ്പ് കാണാം. ചില ആൾക്കാർ ഇങ്ങനെ കണ്ണ് തുറച്ച് നിൽക്കുന്നതൊക്കെ കാണാം. വാട്ട് എവർ, റൈറ്റ്. വാട്ട് ഇസ് എ സിനോണിം ഫോർ മോയിസ്റ്റ്? മോയിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന്റെ സിനോണിം എന്താണ്? ഡാമ്പ് ആണോ, ഡ്രൈ ആണോ, പാർച്ച്ഡ് ആണോ, സ്വിമ്മിംഗ് ആണോ? നിങ്ങളൊക്കെ ഈ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. പെട്ടെന്ന് കിട്ടും ഇതിന്റെ ഉത്തരം. നിങ്ങളൊക്കെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഡാമ്പ് ആണ്. Who created the amateur detective എസക്കിയൽ റോളിൻസ്? പ്രശസ്തമായിട്ടുള്ള എസക്കിയൽ റോളിൻസ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ കഥ എഴുതിയത് അല്ലെങ്കിൽ നോവൽസ് എഴുതിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അയാളെ വിളിക്കുന്നത് ഈസി എന്നാണ്. വാൾട്ടർ മോസ്ലി ആണോ, സ്യൂ ഗ്രാഫ്റ്റൻ ആണോ, റാൽഫ് എല്ലിസൺ ആണോ, പെട്രീഷ്യ ഹൈ സ്മിത്ത് ആണോ? ആരാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്? നല്ല രസമില്ലേ? വാൾട്ടർ മോസ്ലി ആണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ വരുന്നത് ബ്ലഡ് ഗ്രൂ എന്നൊക്കെ പറയുന്നതാണ്. അതിലാണ് ഡിറ്റക്റ്റീവിനെ കുറിച്ച് പറയുന്നത്. ഇതാരാണ്? ഏതോ ഒരു ഇംഗ്ലീഷുകാരിയില്ലേ? അല്ലല്ല, നമുക്ക് എന്ത് ഇംഗ്ലീഷുകാരി വെച്ചിരിക്കുന്നു? നമുക്ക് സെറ്റ് നെറ്റൊക്കെ പാസ് ആവണം, ഇണ്ടാതിരിക്കണം, അറിവൊന്നും നമുക്ക് വർദ്ധിപ്പിക്കണ്ട, അങ്ങനെ പറ്റില്ല. ഇതാരാ? ഹൂ റോട്ട് ജെയിൻ എയർ? ഈ സ്ത്രീയാണ് ജെയിൻ എയർ എഴുതിയത്. പക്ഷെ ഇതാരാ? എനിക്കറിയില്ലല്ലോ. എന്റെ അമ്മയുടെ മുഖം പോലെ ഉണ്ടല്ലോ. പറയാം. എമിലി ബ്രോണ്ടെ ആണോ, ജെയിൻ ഓസ്റ്റൻ ആണോ, ചാർലറ്റ് ബ്രോണ്ടെ ആണോ, ജെയിൻ സെയ്മോർ ആണോ? ആരാണ് ജെയിൻ എയർ എഴുതിയത്? ഷാർലറ്റ് ബ്രോണ്ടെ ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഇതേതാ? ഇതേതാ? ഈ ഒരു പുസ്തകത്തിന്റെ പേര് കണ്ടിട്ടുണ്ടോ? ഗാറ്റ്സ്ബി. കണ്ടിട്ടുണ്ടോ? വിച്ച് അമേരിക്കൻ നോവലിസ്റ്റ് വാസ് ഫേമസ് ഫോർ ഹിസ് ഡെപിക്ഷൻ ഓഫ് ജാസ് ഏജ്? ഏതാ? സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് ആണോ, ഫോക്നർ ആണോ, ഓക്കോണർ ആണോ, അലക്സ് ഹാലി ആണോ? അതിനുള്ള സൂചനയാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഈ ബുക്ക് എഴുതിയ ആളാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ നിങ്ങൾക്ക് ബുക്കും ആളും ഒന്നിച്ച് പിടികിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, കണക്ഷൻ വെച്ചിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആരാണ്? അമേരിക്കൻ നോവലിസ്റ്റാന്ന് പറഞ്ഞു, ജാസ് ഏജാന്നും പറഞ്ഞു, ഗാറ്റ്സ്ബിയുടെ ചിത്രം വന്നു, ഗ്രേറ്റ് ഗാറ്റ്സ്ബി. ആരാ? ഫിറ്റ്സ്ജെറാൾഡ് ആണ്. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കുക. ഞാനൊരു 2-3 പ്രാവശ്യം വായിച്ച് ഉറങ്ങിപ്പോയ പുസ്തകം. ഒന്നും മനസ്സിലാവില്ല, ഭയങ്കര കട്ടി ഭാഷയാണ്. പക്ഷെ രസമാണ്. അത് വായിച്ചു തീർക്കുമ്പോഴേക്കും ഭയങ്കര ഒരു 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 ആ ഒരു ലൈഫിനെ പറ്റി, അമേരിക്കൻ ലൈഫിനെ പറ്റി പറയുന്ന ഒരു പുസ്തകമാണിത്. ഇതാരാന്നറിയോ? നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടാവും ഇവരെ പറ്റിയിട്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹു റോട്ട് ദ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് ബ്ലാക്ക് ബോയ്? അപ്പൊ ഇദ്ദേഹം ഒരു ആഫ്രോ റൈറ്റർ ആണ്. ഓക്കെ, ആഫ്രോ അമേരിക്കൻ റൈറ്റർ ആണ് ഇദ്ദേഹം. ആരാണിത്? അപ്പൊ നിങ്ങൾ ഇയാളുടെ ചിത്രം തരാതെ ഉത്തരം പറഞ്ഞു തന്നാൽ പോലെ കുറച്ചൊക്കെ അറിവ് ഇരിക്കട്ടെ, ആവശ്യം വരും. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ആണോ, റിച്ചാർഡ് റൈറ്റ് ആണോ, മാൽക്കം എക്സ് ആണോ, ജെയിംസ് ബാൾവിൻ ആണോ? ഇതിൽ 2 ഉത്തരം ഈസി ആയിട്ട് നിങ്ങൾക്ക് വെട്ടിക്കളയാൻ പറ്റുന്നതാ. അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല. എന്നിട്ട് നിങ്ങൾ ഒന്ന് നോക്കി പറഞ്ഞാൽ മതി. ആരാണ് ഇദ്ദേഹം? റിച്ചാർഡ് റൈറ്റ് ആണ് ഇദ്ദേഹം. ഓക്കെ, ബ്ലാക്ക് ബോയ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് എഴുതിയത് റിച്ചാർഡ് റൈറ്റ് ആണ്. അടുത്തത്, വിച്ച് ബുക്സ് ഈസ് സെഡ് ടു ഹാവ്
contributed so much to popular feeling against slavery that it is sometimes cited among the causes of the American Civil War. ഇങ്ങനെ വായിക്കുമ്പോൾ ചോദ്യം മനസ്സിലാവുന്നുണ്ടല്ലേ? നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ഹാളിലിരുന്ന് എക്സാം ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ പതുക്കെ സ്വയം ഒന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കുക. വിച്ച് ബുക്ക് ഈസ് സെഡ് ടു ഹാവ്. അപ്പൊ നിർത്തേണ്ട സ്ഥലത്ത് നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിർത്തും ആ സൗണ്ട്. വായിച്ചു പോകുമ്പോൾ ഇതിന് അവസാനം ഉണ്ടാവില്ല. നമ്മുടെ കണ്ണിങ്ങനെ അടുത്തേന്ന് അടുത്ത വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വായിച്ചു നോക്കുക. അപ്പുറത്തിരിക്കുന്നതിന്റെ അടുത്ത് ചോദിക്കാനല്ല പറയുന്നത്, സ്വയം വായിച്ചു നോക്കാനുള്ള ഒരു 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 ബോധ്യം കാണിക്കണം. ഓക്കെ, അപ്പോ ഇത് ഏതാണ്? അങ്കിൾ ടോംസ് ക്യാബിൻ ആണോ, ബെൻ ഹൂർ ആണോ, ഗോൺ വിത്ത് ദ വിൻഡ് ആണോ, ഡ്രെഡ് ആണോ? ഏതാണ് ഈ പറയുന്നത് അമേരിക്കൻ സിവിൽ വാർ? അങ്കിൾ ടോംസ് ക്യാബിൻ ആണ്. ഹാരിയറ്റ് സ്റ്റോ ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്, മറക്കരുത്. ഹൗ മെനി നോവൽസ് ഡിഡ് എമിലി ബ്രോണ്ടെ റൈറ്റ്? നമ്മൾ നേരത്തെ ആരെയാ പഠിച്ചത്? ഏതോ ബ്രോണ്ടെനെ അവിടെ പഠിച്ചല്ലോ. അപ്പൊ ഇത് എത്ര ബ്രോണ്ടെ ഉണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ? 3 ബ്രോണ്ടെ ഉണ്ട്. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ആണ് അറിയപ്പെടുന്നത്. അപ്പൊ ചോദിക്കുന്നത് രണ്ടാമത്തെ ബ്രോണ്ടെയുടെ കാര്യം ചോദിക്കുന്നത്. എമിലി ബ്രോണ്ടെ എത്ര നോവൽസ് എഴുതിയിട്ടുണ്ട്? 19, 7, 3, 1. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ചോദ്യമാണ്. പക്ഷെ എത്ര നോവൽസ് എഴുതിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ കൺഫ്യൂഷൻ വരും. എമിലി ബ്രോണ്ടെ എഴുതിയ പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ എത്ര നോവൽ എമിലി ബ്രോണ്ടെ എഴുതിയിട്ടുണ്ട്? ഒറ്റൊന്ന് എഴുതിയിട്ടുള്ളൂ. അതേതാ? വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗോത്തിക് എലമെന്റ്സ് വരുന്ന ഒരു ബുക്കാണിത്. സമയം കിട്ടിയ വായിച്ചു നോക്കുക, നല്ല രസമുള്ളതാണ്. കുറച്ചൊക്കെ കഴിയുമ്പോൾ ആ പുസ്തകം ഒരു 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 പകുതിയൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് കുഞ്ഞ് സങ്കടമൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നോക്കാം. വിച്ച് ഹിസ്റ്റോറിക്കൽ ഈവന്റ് ഡസ് ചാൾസ് ഡിക്കൻസ് നോവൽ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് കൺസേൺ? ചാൾസ് ഡിക്കൻസിന്റെ നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. അതിൽ ഏത് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ് പറയുന്നത് എന്നുള്ളതും നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കും. പക്ഷെ എന്റെ ചോദ്യം ഇനി വേറൊന്നാണ്. ഇതാണ് ചോദ്യം. ഇതിൽ പറയുന്ന 2 സിറ്റീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതറിയെങ്കിലും കമന്റ് പറയാം. ഇതെല്ലാരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, പോട്ടെ. ഇനി ഉത്തരത്തിലേക്ക് വരാം. അമേരിക്കൻ റവല്യൂഷൻ ആണോ, ഫ്രഞ്ച് റവല്യൂഷൻ ആണോ, ചൈനീസ് ആണോ, റഷ്യൻ റവല്യൂഷൻ ആണോ നമ്മുടെ ഡിക്കൻസിന്റെ ഈ നോവലിൽ വരുന്നത്? ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചോദിച്ച 2 സിറ്റികളെ പറ്റി പറയുന്നുണ്ടല്ലോ, അതിലൊരു സിറ്റിയുടെ പേര് നിങ്ങൾക്ക് കിട്ടും. ഇതേതാണെന്ന് ഞാൻ ചോദിച്ചല്ലോ. അപ്പൊ ഇതിൽ പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് ടെയിൽ ഓഫ് ടു സിറ്റീസിൽ പറയുന്നത് ഡിക്കൻസിന്റെ. വാട്ട് കൈൻഡ് ഓഫ് ബുക്ക് ഈസ് എ നെബുല അവാർഡ് ഗിവൺ ഫോർ? നെബുല അവാർഡ് എങ്ങനത്തേതിനാണ് കൊടുത്തിരിക്കുന്നത്? സയൻസ് ഫിക്ഷൻ ആണോ, റൊമാൻസ് ആണോ, ഡ്രാമയ്ക്കാണോ, പോയട്രിക്കാണോ? കുറച്ച് ഒരു റയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം ഇതിനെ. അത്രയും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. കാരണം ഓസ്കാറും അല്ലെങ്കിൽ എന്താ പറയുക പുലിറ്റ്സറും അങ്ങനെ കുറെ എണ്ണം നോബലും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. നെബുല എന്തിനാ കൊടുക്കുന്നത്? സയൻസ് ഫിക്ഷന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് സയൻസ് ഫിക്ഷൻ എഴുതിയ ഒരു നോവലിസ്റ്റ് ഉണ്ട്, ലൈക്ക് ഒരു റൈറ്റർ ഉണ്ട്. നോവലിസ്റ്റ് എന്നും പറയാം, റൈറ്റർ എന്നും പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. അതാരാന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. സയൻസ് ഫിക്ഷൻ എഴുതിയിട്ട് സൂപ്പറാക്കിയ ഒരാളുണ്ട്. കുറേ കാര്യങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ള ആളാണ് ഈ സയൻസ് ഫിക്ഷനിൽ. അതാരാന്ന് അറിയെങ്കിൽ പറയാം. അതാ എന്റെ ചോദ്യം വന്ന് എന്റെ ഉത്തരം വന്നു. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല എന്റെ ചോദ്യം. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള റെഫറൻസാ. ക്രൈം ആൻഡ് പനിഷ്മെന്റ് ആരാ എഴുതിയിട്ടുള്ള? ദസ്തയേവ്സ്കിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി എന്റെ ചോദ്യം, ഹൂ ഈസ് ദ പ്രോട്ടഗോണിസ്റ്റ് ഇൻ ക്രൈം ആൻഡ് പണിഷ്മെന്റ്? ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ പ്രോട്ടഗോണിസ്റ്റ് ആരാണ്? അതാണ് എന്റെ ചോദ്യം. ആരാ? പ്രിൻസ് മിഷ്കിനാണോ, സ്റ്റാർബ്രോഗിനാണോ? ഈ പേരൊക്കെ വായിക്കുന്നതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ നല്ലത്. പക്ഷെ ഇത് ഭയങ്കര അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജിലുള്ള പേരുകളിൽ ഇതൊക്കെ വായിക്കുന്ന പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. രാസ്കോൾനിക്കോവ് ആണോ, അലോഷിയാണോ? ഇതിൽ ആരാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന ദസ്തയേവ്സ്കിയുടെ നോവലില് പ്രോട്ടഗോണിസ്റ്റ്, ഹീറോ, നായകൻ ആരാണ്? രാസ്കോൾനിക്കോവ് ആണ്. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു പുസ്തകമാണ്. എന്ത് രസമുള്ള പുസ്തകമാണെന്നറിയോ? ക്രൈം ആൻഡ് പണിഷ്മെന്റ്, കുറ്റവും ശിക്ഷയും. ഇപ്പോ മലയാളത്തിൽ ആസിഫ് അലി ഇറങ്ങിയ ആസിഫ് അലിയുടെ ഒരു സിനിമയുടെ പേരാണ്. പക്ഷെ ഇതൊരു പുസ്തകമായിട്ട് നിങ്ങൾ വായിക്കുക. ഇംഗ്ലീഷ് വായിച്ചാൽ മടിയുള്ളവർക്ക് മലയാളത്തിൽ അതിന്റെ തർജ്ജമ കിട്ടും. ഞാൻ പറയട്ടെ, ജീവിതം മാറ്റിമറിക്കുന്ന, നമ്മളെയൊക്കെ കൈൻഡ് ആക്കി നിർത്തുന്ന ഒരു പുസ്തകമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും. സമയം കിട്ടിയ വായിച്ചേക്കുക. ഓക്കെ, പോട്ടെ.
അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഇന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്തൊരു ഇതിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും പറയാം. അതുപോലെ സെറ്റിനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്, ഫ്രീ ആണ്, യു ക്യാൻ വാച്ച്, അത്രേ ഉള്ളൂ നമ്മളുടെ. അപ്പോൾ ഇത് കേട്ടറ്റിന്റെ ഒരു തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിന്റെ പേപ്പർ 1ഉം അതുപോലെ ലിറ്ററേച്ചറും മലയാളമൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. ആരെങ്കിലും താല്പര്യമുള്ള അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെ നന്ദി. നമുക്ക് കാണാം.